ബസ് സ്റ്റോപ്പുകളിൽ രസകരങ്ങളായ പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ പരമല്ലേ ഇത് നടന്ന് വട്ടപ്പാലം കളിക്കണം. ഇതെന്ത് ഇതെവിടെ പോയതാ? എന്ത് എങ്ങടെ സിറ്റിയില് മിണ്ടത്തിന്റെ മൂക്കൽ ഒടിച്ചു വെച്ചാൽ എന്ത് പറ്റിയ എവിടെ കിട്ടിയതാണല്ലോ കീറ് പരിക്ക് പറ്റിയത്. എന്ത് പറ്റിയാന്നേ ഒന്നും പറയണ്ട. നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? ആ ശരി, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമോ? എന്നെ വിളിക്കാൻ ഞാൻ എന്ത് എന്നെ വിളിച്ചില്ല കല്യാണത്തിന്. നീ വിളിക്കാതെ വരുന്ന ആളല്ലേ? ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് കല്യാണം. അത് നീ സംഗതി അല്ല 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 വേറെ സെറ്റപ്പ് ഉണ്ട്. അല്ല, വിഷയം മാറ്റല്ലേ, കാര്യത്തിലേക്ക് വാ. ഇത് എന്ത് പറ്റിയതാ ശരിക്കും? സത്യം ലക്ഷ്മി മറ്റേ ലക്ഷ്മി ലക്ഷ്മിയുടെ കിണറ്റിലൊരു എലിയാടി. ലക്ഷ്മിയുടെ കിണറ്റിലൊരു എലിയാടി. എലിനെ രക്ഷിക്കാൻ പോയതിന്റെ ഈ കിട്ടിയതൊക്കെ എലിയാടി നീ എടുത്തിയാടി? ഏതമില്ലാത്ത ഉപകാരത്തിന് പോയി കിട്ടി, മുഖത്തിന് കിട്ടി. അല്ല, നീ എടുത്തിയാടി കിണറ്റിലേക്ക്? അല്ലല്ലല്ല, എലിയാടിന്ന് പറഞ്ഞു. പിന്നെ ലക്ഷ്മി ആണല്ലോ, അറിയാമല്ലോ. ചെറുപ്പക്കാർ ചുറ്റുവട്ടം കൂടെ ഒരിക്കറിയാം, നമുക്കറിയാവുന്നതല്ലേ. പല സെറ്റപ്പുണ്ടായിരുന്നില്ല. ഈ ലക്ഷ്മിയുടെ കിണറ്റിൽ എലി അടിയപ്പോഴത്തേക്ക് ഞാനങ്ങോട്ട് നമ്മൾ പരോപകാരിയാണല്ലോ. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നോക്കിയപ്പോഴത്തേനും ഒരു 10-500 ചെറുപ്പക്കാരുണ്ട്. ലക്ഷ്മിയുണ്ട്. എലി അടിയണമെന്നല്ല, ചെറുപ്പക്കാർ കൂടെ കണ്ട ലക്ഷ്മി അവിടെ ഉണ്ടല്ലോ എന്ന് ചെറുപ്പക്കാരെ കൂടി വയ്ക്കണം. നമ്മുടെ ലക്ഷ്മി മാധവൻ ചേട്ടൻ മെയിനായിട്ട് എന്നെ ലീഡിങ് വഹിച്ചോണ്ടിരിക്കുക. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എലി കിടന്ന് ഇങ്ങനെ ഓട്ടം ഇങ്ങനെ ഓടി ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഓടുന്നുണ്ട്. ചത്ത അവിടെ കിടന്ന് ചീഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ ഒരു കാര്യം ചെയ്തു. പല അഭിപ്രായങ്ങൾ വീഴുന്നു. ഒരുത്തൻ പറയണത് തോട്ടിയിട്ട് വലിക്കാം, ഒരുത്തനോട് കൊട്ടയിട്ട് കോരാം, ഒരുത്തനെ എറിഞ്ഞു കൊല്ലാം. എറിഞ്ഞു കൊല്ലാതെ പറഞ്ഞ് അവനെ വിടുന്നു വെള്ളം കൊണ്ട് കൊടുക്കുമോ അവർ കുടിക്കാനായിട്ട്? ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞാൻ അതിലെ മാറി എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞു. ഒരു വടം എടുത്തോണ്ട് ഓടാ പോയി. കയറെടുത്തോണ്ട് ഞാൻ പറഞ്ഞു, കയറല്ലൊരു കാര്യം ചെയ്തു. എലിയല്ലേ അതിനകത്ത് ചാടി കിടക്കണേ. എലിയെ കൊല്ലാനായിട്ട് എലിവഷം കളിക്കാൻ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല, പറ്റിയല്ല. അപ്പൊ പിന്നെ എന്നാ ചെയ്യും? എലിയെ കൊല്ലുകയും ചെയ്യണം, വെള്ളം കുടിക്കുകയും ചെയ്യണം. എന്നാ ചെയ്യും? ഞാൻ നോക്കിയപ്പോ ഒരു പൂച്ച മതിലേലം ഇങ്ങനെ നിൽക്കണ്. ചേച്ചിയുടെ പൂച്ച, ലക്ഷ്മി ചേച്ചി. ഓ, പൂച്ചയുടെ അല്ല 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 പറയട്ടെ. പൂച്ച ലക്ഷ്മിയുടെ പൂച്ചയുടെ പരിചയമുണ്ടല്ലേ? ഓട്ടെ. ചിന്നുപൂച്ച. ഈ ചിന്നുപൂച്ച ചിന്നുപൂച്ച ഇങ്ങനെ നിൽക്കണപ്പോ ഞാൻ ഒരു കാര്യം ചെയ്ത് കയറെ കെട്ടി പൂച്ചനെ കിണറ്റിലേക്ക് അങ്ങനെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ട് വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. പൂച്ചനായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനുണ്ടല്ലോ പോലെ അനക്കമില്ല അവിടെ. എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് പൂച്ച എലിയും കൂടെ കൂടി വല്ല ലവ് ആണോ, വല്ല സ്നേഹത്തിലായോ, വല്ല പഞ്ചസാര അടിക്കണോ നിങ്ങളെ പോലെ ഓർത്ത് ഞാനിങ്ങനെ ഇരുന്നപ്പോട്ടല്ല ഈ കയറിങ്ങനെ അടക്കുമല്ലേ. ഈ കയറിങ്ങനെ കിടന്നപ്പോഴത്തെ ആ കയറെ കൂടെ ഇങ്ങനെ എലി ഇങ്ങനെ കയറി ഒരൊറ്റ കടി കടിച്ചതാ ഇത്. പിന്നെ ഈ കവളരെ പാടില്ലെന്നറിയാം. അവര് ഓമനിച്ച് വളർത്തിയ പൂച്ചയല്ലേ, ആവശ്യമില്ലാത്ത പണിക്ക് നിന്നതിന് എത്രയാണ് അതിന്റെ പൂച്ചനെ എത്രയാണ് കൊന്നതെന്ന് ചോദിച്ചാൽ പെണ്ണുമ്പിള്ള കയറി ഒരൊറ്റ അലക്കലക്കിയതാ പെണ്ണുമ്പിള്ള ഇത്.